സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. ഇത്ര മനോഹരമായ ഒരു സങ്കീർത്തനമാണ് എട്ടാമത്തെ സങ്കീർത്തനം. ഇതൊരു മശിഹായ ഈ സങ്കീർത്തനമാണ്. ഇത് ഗദ്യരാഗത്തിലാണ് ഇത് ചമച്ചിരിക്കുന്നത്. ഗദ്യ മുന്തിരിച്ചക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. മുന്തിരിച്ചക്കുമായി ബന്ധമുള്ള ഒരു രാഗത്തിലാണ് ഇത് ചമച്ചിരിക്കുന്നത്. മുന്തിരി ചക്കിനെ പറ്റി വേദപുസ്തകത്തിലെ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഗിദെയോൻ തന്റെ ഗോതമ്പ് ശത്രുവിന്റെ കയ്യിൽ പെടാതെ വണ്ണം മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുന്ന രംഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇസ്രായേലിൽ വലിയ വിളവെടുപ്പ് നടത്തുന്നതിന് മുമ്പ് തന്നെ മിദ്യാന്യരും അമ്മോന്യരും വടക്ക് ദേശക്കാരും വന്ന് കൂട്ടത്തോടെ കടന്നൽ കൂട്ടം വരുന്നത് പോലെ വന്ന് ഇസ്രായേലിന്റെ നന്മ മുഴുവൻ മുടിച്ചു കളയുന്ന രംഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പക്ഷേ ധാരാളം ഇസ്രായേലിയരുടെ നന്മകൾ ശത്രു മുടിക്കുമ്പോൾ ഗിദെയോൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ദൈവം അവിടെ എഴുന്നേൽപ്പിക്കുകയാണ്. ഗിദെയോന്റെ നന്മയെ തൊടാൻ ശത്രുവിനെ അനുവദിച്ചില്ല ഗിദെയോൻ. ഗിദെയോൻ അവന്റെ സകല നന്മകളും മുന്തിരിച്ചക്കിനരികെ വെച്ച് അവന്റെ കൊയ്ത്തുകാലത്ത് അവന്റെ ആടോ മാടോ മുന്തിരിയോ ഗോതമ്പോ ഒന്നും ശത്രുവിന്റെ കയ്യിൽ പെടാതെ അവൻ സൂക്ഷിച്ചു. ശത്രു ഇങ്ങനെ വാ പിളർന്ന് നിൽക്കുകയാണ്, നമ്മെ വിഴുങ്ങിക്കളയാൻ. പിശാചും അവന്റെ ആളുകളും സജീവരായി നമുക്കെതിരെ നിൽക്കുന്നുണ്ടെന്നുള്ള രഹസ്യം നാം മറന്നു പോകരുത്. എന്നാൽ ഗിദെയോൻ ചെയ്തതെന്നറിയാമോ? മുന്തിരിച്ചക്കിനരികെ മിദ്യാന്യരുടെ കയ്യിൽ ഗോതമ്പ് പെടാതെ വണ്ണം അവൻ മെതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഗെത്സമനിയുടെ അനുഭവം നമുക്കിവിടെ ദർശിക്കാനായിട്ട് സാധിക്കുന്നു. എന്താണ് നമ്മുടെ നന്മ പിശാച് മുടിച്ചു കളയാൻ നാം സമ്പാദിക്കുന്നതും നാം നേടുന്നതുമെല്ലാം തകർത്ത് കളയാൻ ഇരുട്ടിന്റെ ശക്തികൾ ജാഗരൂകരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം നമ്മുടെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം. ഭക്തി നാം കാത്തു സൂക്ഷിക്കണം. വിശ്വാസം നാം കാത്തു സൂക്ഷിക്കണം. പ്രാർത്ഥനാ ജീവിതം നാം കാത്തു സൂക്ഷിക്കണം. പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടെ തന്റെ നന്മകൾ ഗിദെയോൻ സൂക്ഷിച്ചു. ശത്രുവിന്റെ കയ്യിൽ മുന്തിരി ചക്കിനരികെ വെച്ച് താൻ ഗോതമ്പ് മെതിക്കുന്ന കാഴ്ച ദൈവം കണ്ടുകൊണ്ട് ഗിദെയോനെ വിളിക്കുകയാണ്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട്. അപ്പോൾ ദൈവത്തിന് വേണ്ടി നാം രഹസ്യത്തിൽ പരാക്രമശാലികളായിരുന്നാൽ പരസ്യമായി ദൈവം നമ്മളെ പരാക്രമശാലികളാക്കി മാറ്റും എന്നതിന് സംശയമില്ല. ഗിദെയോനാണ് ഇസ്രായേലിന്റെ വലിയ യുദ്ധങ്ങൾ നടത്തിയത്.
അങ്ങനെയൊക്കെ അസംഖ്യം ജനങ്ങളെ തോൽപ്പിക്കാൻ ദൈവം ഗിദെയോനെ കൈകളിലെടുത്ത ചരിത്രം വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ഈ ഗെത്സമനയുമായി ബന്ധമുള്ള ഈ സങ്കീർത്തനത്തെ മിശിഹായിക സങ്കീർത്തനം എന്നാണ്. യേശുവിനെ കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിൽ ഉടനീളം പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. യോഹന്നാൻ 1:3 എല്ലാം സൃഷ്ടിച്ചത് ക്രിസ്തുവാണെന്ന് പരിശുദ്ധ റൂഹ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കൊലോസ്യർ 1:15 മുതലുള്ള കൊലോസ്യർ 1:15 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങളിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും യേശുവാണെന്നുള്ള ആ രഹസ്യം പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. കൊലോസ്യ ലേഖനം 1:15 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങളിലും വായിച്ചത് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എന്ന് വേദപുസ്തകത്തിൽ പരിശുദ്ധ റൂഹ നമ്മോട് സാക്ഷിക്കുകയാണ്. 8-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യത്തിലും നിന്റെ മതി. പ്രിയപ്പെട്ടവരെ, ദൈവം സകലത്തിന്റെയും സൃഷ്ടാവാണെന്നുള്ള രഹസ്യം അവിടെ ബോധ്യപ്പെടുത്തുകയാണ്. തലയിൽ 8-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ആമീൻ മുലപിടിക്കുന്ന നീ ശിശുക്കളുടെയും മുലപിടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ്? യേശു ഓശാന പെരുന്നാളിൽ യെരൂശലേമിലേക്ക് കഴുതയുടെ മേലും കഴുതക്കൊട്ടിയുടെ പുറത്തും കയറി വരുന്ന ആ സമയത്ത് ശൈത്യൻ കൊമ്പുകൾ ഏന്തി കുഞ്ഞുങ്ങൾ ഹോശന്ന പാടുന്ന രംഗം ഈ ശിക്ഷ അവിടുത്തെ മറ്റാളുകൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും പലർക്കും ഇഷ്ടപ്പെടത്തില്ല. അപ്പോഴാണ് ദൈവം പറയുന്നത് ശിശുക്കളുടെയും മുലപിടിക്കുന്നവരുടെയും വായിൽ ദൈവം ബലം നിയമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം ഈശോയുടെ മുമ്പിൽ എല്ലാ മുഴങ്കാലുകളും മടങ്ങും. നമ്മൾ അതാണ് പാടുന്നത്, എല്ലാ മുഴങ്കാലും മടങ്ങിയിടും തിരു മുമ്പിൽ വല്ലഭക്തമുള്ള നാമം ശ്രീയേശു നാമം അതിശയനാമം നാമം. എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയും. എന്നിട്ട് മാത്രമേ നരകത്തിലേക്ക് പോകേണ്ടവരാണെങ്കിലും സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണെങ്കിലും അന്ത്യന്യായവിധിയിൽ എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയേണ്ടി വരും. അതുകൊണ്ടാണ് യേശുവിന്റെ നാമം പരിശുദ്ധമായ നാമമാണ്, അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന നാമമാണ്. അവിടുന്ന് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ ക്രൂശിതനായി മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം ദിവസം മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ രംഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ സങ്കീർത്തനം ഒരു ജ്യോതിശാസ്ത്ര വാനനിരീക്ഷണ സങ്കീർത്തനമാണ്. വാക്യം ഒന്ന് വായിച്ച 3-ാം വാക്യം, സങ്കീർത്തനം 8:3 നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും
നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ ഓർക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിനെ മർത്യനെ നീ ഓർക്കേണ്ടതിനെ അവനെന്ത് പ്രിയപ്പെട്ടവരെ, അവന്റെ വിരലുകൾ കൊണ്ടാണ് അവൻ ആകാശത്തെ നിർമ്മിച്ചത്, ചന്ദ്രനെ നിയമിച്ചത്, രാത്രി വാഴുവാൻ ചന്ദ്രനെ നിയമിച്ചത്, നക്ഷത്രത്തെ നിയമിച്ചത്. അതുകൊണ്ടാണ് രാത്രിയിൽ എഴുതിയ സങ്കീർത്തനം. കാരണം സൂര്യനെ പറ്റി ഇവിടെ പറയുന്നില്ല, പണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ജ്യോതിശാസ്ത്ര ഗവേഷണം ഈ സങ്കീർത്തനത്തിലുണ്ട്. എന്റെ 8:8 വായിച്ചേ. സമുദ്രത്തിൽ മാർഗ വഴിയുണ്ടെന്ന് ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗത്തിൽ സഞ്ചരിക്കുന്ന അപ്പം സമുദ്രത്തിൽ കപ്പലുകൾക്ക് യാത്ര ചെയ്യാൻ ഒരു വഴിയുണ്ടെന്ന്, കപ്പൽ ചാലുകളുണ്ടെന്ന് ഈ സങ്കീർത്തനമാണ് വെളിപ്പെടുത്തിയത്. സമുദ്രത്തിൽ മാർഗമുണ്ട്. സമുദ്ര ശാസ്ത്രത്തിന്റെ പിതാവായി മാറിയ മാത്യു ഫൗണ്ടർ മോറിയെ സ്വാധീനിച്ചത് ഈ സങ്കീർത്തനമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ രോഗിയായി കിടക്കുമ്പോൾ തന്റെ മകനെ വിളിച്ചിട്ട് ബൈബിൾ എടുത്ത് വായിക്കാനായിട്ട് നിർദ്ദേശിച്ചു. ആ പയ്യൻ മാത്യു ഫൗണ്ടൻ മോറിയുടെ മകൻ ബൈബിൾ തുറന്നപ്പോൾ 8-ാം സങ്കീർത്തനമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അതിങ്ങനെ വീണ്ടും വീണ്ടും വായിച്ചപ്പോൾ തന്റെ ഹൃദയത്തിൽ ചില സന്ദേശങ്ങൾ തട്ടി. 8:8 വീണ്ടും വീണ്ടും അദ്ദേഹം വായിക്കാനായിട്ട് 8-ാം സങ്കീർത്തനം വായിക്കാൻ അദ്ദേഹം മകനോട് ആവശ്യപ്പെട്ടു. ഈ 8-ാം സങ്കീർത്തനത്തിലെ 8-ാമത്തെ വാക്യത്തിൽ സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന, സമുദ്രത്തിൽ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ ചാലുണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. പ്രിയപ്പെട്ടവർ, അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ച ഞാൻ ഈ സങ്കീർത്തനത്തിലെ സമുദ്രത്തിന്റെ ചാലുകളെ കുറിച്ചുള്ള പഠനം നടത്തും. പ്രിയപ്പെട്ടവരെ, വിസ്മയകരമായ ഒരു കണ്ടുപിടുത്തമായിരുന്നു പിന്നീട് അദ്ദേഹം കണ്ടുപിടിച്ചത്. അദ്ദേഹം സമുദ്രത്തിനടിയിൽ ഉപകരണങ്ങളുമായി ചെന്ന് കപ്പലുകൾക്ക് സഞ്ചരിക്കുവാൻ ചാലുണ്ട്, സഞ്ചരിക്കുവാൻ ദൈവം കടലിനടിയിൽ ചാലുകൾ കെട്ടിയിട്ടുണ്ട് എന്ന് കണ്ടുപിടിച്ചു. അതാണ് കപ്പൽ ചാലുകൾ. അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. മാത്യു ഫൗണ്ടൻ മോറിയാണ് സമുദ്രത്തിനടിയിലൂടെ സഞ്ചരിക്കാൻ, കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ. അല്ല, ഇവിടുത്തെ മനുഷ്യരൊന്നും കണ്ടുപിടിച്ചല്ല. ദൈവം സമുദ്രത്തെ സൃഷ്ടിക്കുമ്പോൾ തന്നെ കപ്പലുകൾക്ക് സഞ്ചരിക്കുവാൻ പ്രത്യേക ചാലുകൾ ഉണ്ടെന്ന്. എല്ലായിടത്തും കപ്പൽ പോയാൽ ടൈറ്റാനിക് സംഭവിച്ച പോലെ എല്ലായിടത്തൂടെ വിമാനം പറക്കാൻ ഒക്കത്തില്ല, എല്ലായിടത്തൂടെ ആ കപ്പലുകളിൽ സഞ്ചരിക്കാൻ ഒക്കത്തില്ല. കപ്പൽ ചാലുകളിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ ഒക്കത്തുള്ളൂ. നമുക്കറിയാം, കുട്ടനാട്ടിലൊക്കെ ബോട്ട് പോകാൻ ചാലുണ്ട് അല്ലേ? അല്ലാതെ പോയാലോ എവിടെ ഇടിച്ച് ബോട്ട് തകർന്നു പോകും. കപ്പൽ ചാലുകളിലൂടെ മാത്രമേ യാത്ര ചെയ്യാൻ ഒക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, നമുക്ക് സഞ്ചരിക്കാനും ചില ചാലുകളുണ്ട്. എല്ലാ വഴിയിലൂടെയും നമുക്ക് യാത്ര ചെയ്യാൻ ഒക്കത്തില്ല. എല്ലാവരുമായിട്ട് നമുക്ക് കൂട്ടുകെട്ടാൻ ഒക്കത്തില്ല. കള്ളും കഞ്ചാവും പാപത്തിന്റെ വഴികളിലും നമുക്ക് യാത്ര ചെയ്യാൻ ഒക്കത്തില്ല. ലോകത്തിന്റെ ഇമ്പങ്ങളുടെ പിന്നാലെ യാത്ര ചെയ്യാൻ ഒക്കത്തില്ല. സുഖലോലുപതയുടെ പിന്നാലെ യാത്ര ചെയ്യാൻ ഒക്കത്തില്ല. ജനിക താല്പര്യങ്ങളുടെ പിന്നാലെ യാത്ര ചെയ്യാൻ ഒക്കത്തില്ല. നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും വഴികളിലൂടെ യാത്ര ചെയ്താൽ നമ്മുടെ ജീവിതത്തെ ആനന്ദമുള്ളതും നമ്മുടെ ആയുസ്സിനെ സൗഭാഗ്യമുള്ളതും ആനന്ദമുള്ളതുമായ ആണ്ടുകളെയും നാളുകളെയും ദൈവം നമുക്ക് നൽകും എന്നതിന് യാതൊരു സംശയവും ഇല്ല.
അപ്പോൾ വിസ്മയകരമായ ഈ കണ്ടുപിടുത്തം ആ ജ്യോതിശാസ്ത്ര കപ്പൽമാർക്ക് കണ്ടുപിടുത്തമൊക്കെ ഈ സങ്കീർത്തനം വായിച്ചാണ് കണ്ടുപിടിച്ചത്. ചന്ദ്രമണ്ഡലത്തിൽ കാലുകുത്തിയ ജെയിംസ് ഇർവിനോട് അദ്ദേഹം ബാലാമൻ കൺവെൻഷനിൽ പ്രസംഗിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, പത്രക്കാരി ചോദിച്ചു, നിങ്ങൾ വലിയ കണ്ടുപിടുത്തമാണല്ലോ കണ്ടുപിടിച്ചത്, ചന്ദ്രനിൽ നടന്നയാളല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന്റെ പുത്രൻ മനുഷ്യരോടുകൂടെ ഈ ഭൂമിയിൽ വന്ന് സഞ്ചരിച്ചതാണ് ലോകം കണ്ട ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞു. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഉണ്ടായത്. എഡ്വിൻ എന്ന വ്യക്തിയെയും ഈ സങ്കീർത്തനം വല്ലാതെ സ്വാധീനിച്ചു. സങ്കീർത്തനം 8:3 അവിടെ എന്താണ്? ഭൂമിയിലേക്ക് അദ്ദേഹം ചന്ദ്രനിൽ ഇരുന്നുകൊണ്ട് അയച്ച വാക്യം ഈ വാക്യമായിരുന്നു. എന്റെ ശത്രുക്കൾ പിൻവാങ്ങുകയും ഇടറി വീണു, നിന്റെ സന്നിധിയിൽ നശിച്ചു പോകും. നീ എന്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു, നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു. 3-ാം വാക്യം അല്ലല്ലോ വായിച്ചത്. സോഷ്യൽ മീഡിയ നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ വർദ്ധനയെ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? കണ്ടോ, ഇതാണ് ചന്ദ്രനിൽ ഇരുന്നുകൊണ്ട് ലോകത്തിന് അദ്ദേഹം കൊടുത്തത്. 8-ാം സങ്കീർത്തനം 3-ാം വാക്യമായിരുന്നു അയച്ചു കൊടുത്തത്. പണ്ട് നിയമസഭയിൽ എല്ലാവരും ഇരുന്ന സമയത്ത് ഒരു തമാശ ഉണ്ടെന്ന് പറയുക. അപ്പോൾ എല്ലാ MLA-മാരും ലോലപ്പൻ തമ്പാടൻ അങ്ങ് ഉറങ്ങിപ്പോയി. അവൻ ലോലപ്പൻ തമ്പാടൻ ഉണർന്നപ്പെടുത്തേക്ക് എല്ലാവരും കണ്ണു തുറന്ന് എന്ത് ചർച്ചയാണെന്ന് ചോദിച്ചു. അപ്പൊ മൃഗശാലയിലെ മൃഗങ്ങളുടെ ചർച്ച നടക്കുമായിരുന്നു. അപ്പൊ പറഞ്ഞു, അതിലൊരുത്തരും കത്തോലിക്കനായിക്കോട്ടെ ഒരടി എന്ന് തമാശ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു വായിച്ചോണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സങ്കീർത്തനം 19 എന്താണ്? ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം കൊണ്ട് കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, പകലിന് വാക്കിനെ ഉച്ചരിക്കുന്നു, രാത്രി കറവ് കൊടുക്കുന്നു, വാക്കുകളില്ല. അത്ര മനോഹരമായ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, മത്തായി സുവിശേഷം 6:22 വായിച്ച്, സൃഷ്ടാവ് താമരയെ സൃഷ്ടിച്ചിരിക്കുന്നു. എത്ര മനോഹരമായിട്ടാണ്. ശലോം 6:28-29 വാക്യങ്ങൾ. ഉടുപ്പിനെ കുറിച്ച് നമ്മളെല്ലാം നിർത്തി വായിക്കണം. വിചാരപ്പെടുന്നത് ഉടുപ്പ്, എനിക്ക് നല്ല ഉടുപ്പില്ലല്ലോ, നീ എന്തിനാ വിചാരപ്പെടുന്നത്? യേശു ചോദിക്കുന്നത്. വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. ലോകം കണ്ട ഏറ്റവും വലിയ ജ്ഞാനിയാണ് ശലോമോൻ. ഏറ്റവും വലിയ പ്രതാപശാലിയായിരുന്നു, ഏറ്റവും വലിയ ധനവാനായിരുന്നു, എല്ലാ സൗഭാഗ്യങ്ങളും ലോകത്തിൽ അനുഭവിച്ച ആളായിരുന്നു ശലോമോൻ. പക്ഷെ ദൈവം സൃഷ്ടിച്ച വയലിലെ താമരയുടെ സൗന്ദര്യം പോലും ശലോമോൻ അണിയാൻ കഴിഞ്ഞില്ല എന്നുള്ള. അതുകൊണ്ട് നീ എന്തിനാ വിചാരപ്പെടുന്നത്? ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് ഇവയെ പോറ്റി പുലർത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവശക്തന. എന്തിനാ മനപ്രയാസപ്പെട്ട് നടക്കുന്നത്? എന്തിനാ വിചാരപ്പെടുന്നത്? കുഞ്ഞുങ്ങളുടെ കാര്യം എന്താകും? കുടുംബത്തിന്റെ കാര്യം എന്താകും? അടുത്ത ചൂടുകൾ ഞാൻ എങ്ങനെ മുമ്പോട്ട് വെക്കും? ഇങ്ങനെ വിചാരപ്പെട്ട് മനസ്സ് കലങ്ങിയിരിക്കുക. വേദോസ്വം ചോദിക്കുന്നു, വിചാരപ്പെടുന്നതിൽ നിന്റെ നീളത്തോടെ ഒരു മുഴം നിനക്ക് കൂട്ടാൻ കഴിയുമോ? അതുകൊണ്ട് ദൈവത്തിന്റെ കരവിരുതുകൾ
നാം തിരിച്ചറിയണം. സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 25:5 നക്ഷത്രങ്ങളെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. 25:5 നക്ഷത്രങ്ങള് വായിക്കണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് ഒരു വാഗ്ദാനം കൊടുക്കുക. നീ ആകാശത്തിലേക്ക് നോക്കുവീൻ, നിനക്ക് നക്ഷത്രങ്ങളെ എണ്ണാമോ? എണ്ണാൻ കഴിയൂ? ഒരു രക്ഷയില്ല. ദൈവത്തിന് മാത്രം എത്ര നക്ഷത്രം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ ഒരു രോഗശാസ്ത്രജ്ഞന്മാർക്കും കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. എടുത്തെങ്കിൽ വായിച്ചു. 5 ഭൂമിയിൽ നിന്ന് ആഹാരം ഉണ്ടാക്കുന്നു. വേണ്ട, വായിക്കണ്ട, എല്ലാം തെറ്റിപ്പോവാ. അപ്പോൾ ആകാശത്തിലെ പറവകളെ നോക്കുവീൻ. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്ക്, കടൽത്തിരയിലെ മണത്തിരകളെ നോക്ക്, അതുപോലെ ഞാൻ നിന്നെ അനുഗ്രഹിക്കാവുന്നു. അപ്പൊ പിള്ളേരില്ല, ഇസഹാക്ക് ജനിച്ചിട്ടില്ല. ഇസഹാക്ക് ജനിക്കുന്നതിന് മുമ്പ് വാഗ്ദാനം കൊടുക്കുന്നത് ഇന്ന് ലോക ജനസംഖ്യയും ലോകരാജ്യങ്ങളെ കീഴടക്കിയിരിക്കുന്ന അബ്രഹാമിന്റെ മക്കളാണ്. ഇസ്രായേൽ ഒരു അത്ഭുത രാഷ്ട്രമാണ്. ഇസ്രായേൽ കാട്ടുതീ കൊണ്ടുവന്നതായിട്ട് ഒരു പുതിയ വാർത്ത നോക്കിക്കോണം. ഇസ്രായേൽ ആണെങ്കിലും ദൈവം സംരക്ഷിച്ചാലേ രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ ഇതാണ് കാര്യങ്ങൾ. യോബിന്റെ പുസ്തകത്തിൽ നക്ഷത്രങ്ങളെ കുറിച്ചുള്ള വലിയ വിവരം എഴുതിയിട്ടുണ്ട്. 38, 31, 32 വാക്യങ്ങളിൽ അവിടെ മകയിരത്തിന്റെ കാര്യവും കാർത്തികയുടെ കാര്യവും എല്ലാം എഴുതിയിട്ടുണ്ട് അല്ലേ? അവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ചതിന് സമയം കളയണ്ട. സങ്കീർത്തനം 8:1-2 അവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാണ്? നക്ഷത്രങ്ങളെ പറ്റിയും ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. റോമർ 1:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ കരവിരുതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഉൽപ്പത്തി 1:28 എല്ലാത്തിനും അധിപതിയായി ദൈവം മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നു എന്ന രഹസ്യമാണ് ദൈവം ഇവിടെ പറയുന്നത്. ആനയെ, വലിയ ആനയെ പോലും ഒരു കൊച്ചു തോട്ടി കൊണ്ടാ ആനപ്പാപ്പാൻ എന്ത് ചെയ്യുന്നത്? കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സംരക്ഷണം എത്ര ഭയങ്കരമാണെന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. ഈ സങ്കീർത്തനത്തിൽ രണ്ടാമത്തെ ഒരു ചിന്ത, ശിശുക്കളുടെ വായിൽ ദൈവം എന്ന് നിയമിച്ചിരിക്കുന്നു. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ ഒരു വാക്യമുണ്ട്, ആകയാൽ ശിശുവിനെ പോലെ മായമില്ലാത്ത പാല് കുടിച്ച് വളരുവാൻ. 1 പത്രോസ് 2:1 ഏതാ എപ്പോൾ എവിടാ എഴുതിയിരിക്കുന്നത്? ആകയാൽ സകല ദുഷ്ടതയും അസൂയയും കുശുമ്പും പുന്നായ്മയും എല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് എന്ത് വരിക? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത അതിന് 1 മുതൽ വാക്യം വായിച്ച് ആ വാക്യം വായിച്ച് ശരിക്കും ആകയാൽ കണ്ടോ? 1 പത്രോസ് അല്ലേ? 1 പത്രോസ് 2:1 ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും. ഇപ്പൊ എവിടെ നോക്കിയാലും അസൂയ, ജലസ്യ. ഏത് മനുഷ്യനും ഉയർന്നാലും അവനെ എങ്ങനെയും താഴെ ഇടാൻ വേണ്ടി കുറച്ച് ആളുകൾ ഇങ്ങനെ നെട്ടോട്ട് ഓടുക. അത് സോഷ്യൽ മീഡിയ ആയില്ല കൂടുതൽ. ഈ സാത്താന്മാർ അവിടെ നിന്നുകൊണ്ട് കള്ളുമടിച്ച് വെള്ളമടിച്ചിട്ട് നല്ല അനുഗ്രഹിക്കപ്പെട്ടവർക്കെതിരെ ഒക്കെ ബോംബെറിയുകയാണ്. കണ്ടോ? എല്ലാ അസൂയയും. അടുത്തത് എല്ലാം നുണയും. നുണയടിച്ച് വരുത്തുക, ചുമ്മാ കള്ളമടിച്ച് വരുത്തുക. അതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് നീക്കി കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി. എന്ത് രക്ഷ? രക്ഷ യേശുവിലൂടെയുള്ള രക്ഷ, നിത്യജീവൻ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ. ആ രക്ഷയ്ക്കായി വളരുവാൻ, വളർന്നു വരണം.
വളരുവാൻ വാഞ്ചിപ്പീൻ. നമ്മുടെ അകത്തൊരു വാഞ്ച വേണം. എന്തുവാ? വളർന്നു വരണം. ക്രിസ്തു എന്ന തലയോളം വളരണം. ഞാനോ കുറയണം, അവനോ എന്നിൽ വളരണം. ആത്മീയമായി നാം വളർന്നു വരണം. അതാണ് യേശു തമ്പുരാൻ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകളാർക്കും ഓശാന പെരുന്നാളിൽ. അതാണ് യേശു തമ്പുരാൻ പറഞ്ഞത്. ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ദൈവം നിയമിച്ചിരിക്കുന്നു, ബലം നിയമിച്ചിരിക്കുന്നു. ശിശുക്കളുമായിട്ടുള്ള വലിയ ബന്ധമാണ് യേശു തമ്പുരാന് ഉള്ളത്. ശിശുക്കൾ കർത്താവിനെ പാടി ശ്രദ്ധിച്ചപ്പോൾ ആമീൻ, അവർ ദൈവം പറയുകയാണ്, നിങ്ങൾ ആർത്തൽ. ശിശുക്കൾ പാടിയപ്പോൾ കുറച്ചാളുകൾക്ക് അസൂയുണ്ടായി. അപ്പോഴാ പറഞ്ഞത്, നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ദൈവത്തിന് കല്ലുകളെ കൊണ്ട് ആർപ്പിടിക്കാൻ ശക്തിയുള്ളവരാണ്. അത്രമാത്രം ശക്തനായ സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ശിശുക്കളെ തന്റെ അടുക്കൽ മത്തായി സുവിശേഷം 19:14 ശിശുക്കളെ തന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് അവരുടെ ആ തലയിൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചിട്ട് ദൈവം തമ്മിൽ എന്നാ പറയുന്നത് അറിയാവോ? സ്വർഗരാജ്യം ഇങ്ങനെ ഉള്ളവരുടേതല്ലോ എന്നാ യേശു പറയുന്നത്. സ്വർഗരാജ്യം ഇങ്ങനെ കുശുമ്പും മുന്നായ്മയും കള്ളത്തരവും വ്യാജവും ഒക്കെ പറഞ്ഞു നടക്കുന്ന മതനേതാക്കന്മാരുടെയും സഭാധ്യക്ഷന്മാരുടെയും എല്ലാ വലിയ പാസ്റ്റർമാരുടെയും മെത്രാന്മാരുടെയും കയ്യിലല്ല. ശിശുവിനെ പോലെ ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തിൽ കണ്ണടച്ച് വിശ്വസിക്കുന്ന ശുദ്ധ ഹൃദയമുള്ള വ്യക്തികൾക്കാണ് സ്വർഗരാജ്യം ലഭിക്കുന്നത് എന്ന് യേശു വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ശിശുവിനെ പോലെ ആയി വരണമെന്നാണ് യേശു പറയുന്നത്. മത്തായി സുവിശേഷം 11:25 ആമീൻ, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ഈ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ശിശുവിനെ പോലെ ആയാൽ സ്വർഗീയ മർമ്മങ്ങൾ, രഹസ്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. രഹസ്യം രഹസ്യം രഹസ്യമെനിക്കും എൻ വീട്ടുകാർക്കും എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ ആ പാട്ട്? അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ പെസഹ കുഞ്ഞാടിനെ അറുത്തപ്പോൾ ആ വീട്ടിലുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇതിന്റെ രഹസ്യം. രഹസ്യം രഹസ്യം രഹസ്യമെനിക്കും എൻ വീട്ടുകാർക്കും. പിടികിട്ടിയോ? രഹസ്യം അവർക്ക് അറിയത്തില്ല. കാരണം കുഞ്ഞാടും രക്തം കട്ടിളക്കാലിന്മേലും കുറുമ്പടി മേലും പുരട്ടിയ ഒറ്റ കൂടാരങ്ങളിലും സംഹാരം പ്രവേശിക്കത്തില്ല. അതുകൊണ്ട് ശിശുവിനെ പോലെ ആയാൽ അവിടുത്തെ ചോര കൊണ്ട് ദൈവം നമ്മളെ മറയ്ക്കും. നിന്റെ ചോര എനിക്ക് കാവൽ. കർത്താവിന്റെ ചോര കൊണ്ട് നാം മറയപ്പെടണം. ആപത്തുകളിൽ നിന്നും മരണത്തുകളിൽ നിന്നും രക്ഷപ്പെടുവാൻ. എന്റെ വാക്കുകൾ വേഗം തീർത്താൻ പോവുകയാണ്. ഈ സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ ഭാഗം മനുഷ്യർക്ക് 6-ാം വാക്യം എടുത്തു. 8:6 മനുഷ്യർക്ക് ദൈവം അധികാരങ്ങൾ കൊടുത്തിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി എല്ലാത്തിന്റെയും യേശുവിന്റെ കാൽ കീഴാക്കിയിരിക്കുകയാണ്. മനുഷ്യനെ സകല അധികാരവും ദൈവം കൊടുത്തിരിക്കുകയാണ്. എബ്രായർ 8:5 നാം എന്താ വായിക്കുന്ന? സകല അധികാരവും ആമീൻ യേശുവിനെ യേശു നമുക്ക് നൽകിയിരിക്കുകയാണ്. മത്തായി 28:18 സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും സകലത എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് യേശു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിന്റെ സകല തിന്മേലും ചവിട്ടുവാൻ ദൈവം നമുക്ക് അധികാരം നൽകിയിരിക്കുകയാണ്. നമ്മൾ അധികാരം ഉപയോഗിക്കണം. നമ്മൾ അധികാരം എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. സാത്താന്റെ മേൽ, പൈശാചിക ശക്തികളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ നമുക്ക് വലിയ അധികാരം തന്നിരിക്കുകയാണ്. പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിന്റെ സകല ബലത്തെയും
ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. അവ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ലോകത്തിന്റെ ശക്തിക്ക് നമ്മെ തകർക്കാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ, നിങ്ങൾ യേശുവിൽ ആശ്രയിക്കുന്നെങ്കിൽ, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ അംഗീകരിക്കുന്നെങ്കിൽ, ലോകത്തിന്റെ ശക്തിക്കും നിങ്ങളെ നശിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവം നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിന്റെ സകലബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു എന്നരുളി ചെയ്ത യേശുവിന്റെ അധികാരം നിങ്ങളുടെ മേൽ വാഴട്ടെ.